നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഹവേഴ്സിനും എല്ലാ മണിക്കൂറിനും ഒരേ പ്രാധാന്യമുള്ളൂ എന്നാണ് നിങ്ങൾ കരുതണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇമാജിൻ 2 ആൾക്കാരുണ്ട്. ഒന്ന് പേഴ്സൺ എ, ഒന്ന് പേഴ്സൺ ബി. ഓക്കെ, ഈ പേഴ്സൺ എ എന്ന് പറയുന്ന ആൾ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്. ഇൻ ഹിസ് ഓൺ റൂം മൂപ്പര് രാവിലെ 4 മണി തൊട്ട് 8 മണി വരെ വർക്ക് ചെയ്യുള്ളൂ. ഒരു ദിവസം ആകെ 4 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ദർ ഈസ് പേഴ്സൺ ബി. ഇയാൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹി വർക്ക്സ് ഫ്രം മോർണിംഗ് 9 o'clock ടു ഈവനിങ് 5 o'clock. ഇയാൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ക്യാൻ യു ടെൽ ഇതിൽ ആരുടെ വർക്കായിരിക്കും പെട്ടെന്ന് തീരുക? ആർക്കായിരിക്കും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫോക്കസ് ആൻഡ് ഡീപ്പ് വർക്ക് ഉണ്ടാവുക? കാരണം ഒബ്വിയസ്ലി പേഴ്സൺ ബി 9 മണി മുതൽ 5 മണി വരെ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അയാളുടെ അല്ലേ കൂടുതൽ വർക്ക് തീരുക എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ യു ആർ റോങ്. ബിക്കോസ് ആൾ ഹവേഴ്സ് ആർ നോട്ട് ഈക്വൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബിക്കോസ് ദർ ആർ 2 ടൈം ബ്ലോക്സ്. ആ ഒരു ടൈമിൽ ദാറ്റ്സ് ഓൺലി ദാറ്റ് 2 ടൈം ബ്ലോക്സ് ദ വേൾഡ് ഡസൻ ഡിമാൻഡ് യുവർ എനർജി. അതിലൊന്ന് ഏർലി മോർണിംഗ്സ് ആൻഡ് 2 ലേറ്റ് നൈറ്റ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ. ഏർലി ബേർഡ് ആണോ അതോ ലേറ്റ് നൈറ്റിൽ ഇരിക്കുന്ന ആളാണോ എന്നുള്ളത് അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഐ തിങ്ക് കൂടുതൽ ആൾക്കാരും ഏർലി ബേർഡ്സ് ആയിരിക്കും. ബട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് കാരണം പീപ്പിൾ തിങ്ക് ദേ ആർ എപ്പോഴും വൈകി കിടക്കുന്നു, വൈകി നീക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇയാളൊരു 4 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തിട്ട് പേഴ്സൺ ബീനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ ക്വാളിറ്റി വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിച്ചത്? ദാറ്റ് ഈസ് ആ ഒരു ടൈം ഉണ്ടല്ലോ, ഈ 4 to 8 എന്താ പറയുക, എല്ലാവരും ഉറങ്ങുന്ന ടൈം, ലേറ്റ് നൈറ്റ് ആയാലും ആ ടൈമിൽ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരാനില്ല, കോൾ വരാനില്ല, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഒരു ചാറ്റിങ്ങും ഇല്ല, ഒരു തേങ്ങയില്ല. ഡീപ്പ് വർക്ക്. ഇന്നത്തെ കാലത്ത് എല്ലാവരും വില കൊടുക്കാത്തൊരു സംഭവമാണ് ഡീപ്പ് വർക്ക്. എംപ്ലോയീസൊക്കെ വർക്ക് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നു. അവിടെ ഫോണിൽ നിന്ന് മെസ്സേജ് വരുന്നു, അതെന്തായി ഇതെന്തായി, അങ്ങനെ ഇത് കഴിഞ്ഞോ അത് കഴിഞ്ഞോ, ഫുൾ ഡിസ്ട്രാക്ഷൻ, ഫുൾ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ സ്ക്രോളിങ് കാര്യങ്ങൾ. ദർ ഇസ് എ ബുക്ക് കാൾഡ് ഡീപ്പ് വർക്ക്. ഇഫ് യു ക്യാൻ റീഡ് ഇറ്റ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ഒരു സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു 9 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ നോർമൽ ഈ വേൾഡ് അവൈക്ക് ആവുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നവരുടെയും കാട്ടും ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം അവിടെ നടക്കുന്നത് ഷാലോ വർക്കാണ്. ഈ ലോങ് ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഷാലോ വർക്കാണ്. അതായത് വർക്കിംഗ് ഫോർ വർക്ക് സേക്ക് എന്ന് പറയുമല്ലോ, അവിടെ ഡീപ്പ് വർക്ക് നടക്കണില്ല. അവിടെ എന്താ പറയുക, നമ്മളെ മൈൻഡ് ഹാഫ് അതിൽ പണിയെടുക്കണുള്ളൂ, ബാക്കി വേറെ പലയിടത്തുമാണ്. കുറേ നോട്ടിഫിക്കേഷൻസും കോളുകളും കാര്യങ്ങളും, അതിൻ്റെ ഇപ്പോൾ അടുത്തത് അത് നോക്കുമ്പോൾ ഇപ്പുറത്ത് അത് നോക്കുമ്പോൾ അതായോ, അങ്ങനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടാസ്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം ആ ഒരു ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ടൈം ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇപ്പോൾ രണ്ടും ഉണ്ട്. ഇൻ മോർണിംഗ് ഞാൻ ഈ ഒരു ടൈമിൽ, ഈ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ, മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ ഞാൻ റെക്കോർഡ് ചെയ്യുക, ഏർലി മോർണിംഗിൽ. അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഏർലി മോർണിംഗിലാണ്, ലൈക്ക് 4 to 10 o'clock, അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ പീക്ക് ആയിട്ട് എനിക്ക് എപ്പോഴും നല്ല രീതിയിൽ മൈൻഡിക്ക് ഇൻഫർമേഷൻസ് കയറുക. ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ചില ആൾക്കാർക്ക് നൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ജെന്യുവൻലി എന്താ തോന്നുന്നത്? ലൈക്ക് ഐ എം ആസ്കിങ് യു, അങ്ങനെയുള്ള ആ ഒരു ടൈമിലാണോ അതോ നമ്മൾ ഇത്രയും കാലം നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന ആ ടൈമിലാണോ നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടുക? ജെനുവിൻലി ജസ്റ്റ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി. ഡെഫിനറ്റ്ലി ആ ഒരു ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലോ ആയിരിക്കും. ആൻഡ് ഇപ്പം അടുത്ത് തന്നെ ഒരു ദിവസം ഞാൻ 2 രീതിയിലും വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. മോർണിംഗ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 9 to 5 ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. അവിടെ നടക്കുന്നത്, ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് ഷാലോ വർക്കാണ്, ഡീപ്പ് വർക്കല്ല.
അവിടെ അച്ചീവ് ചെയ്യുന്ന ഒരു ദിവസത്തെ മൊത്തം വർക്ക് ഒരു 8 മണിക്കൂർ ചിലപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടിരിക്കും. ആ ഒരു വർക്ക് വേണമെങ്കിൽ നമ്മൾ ഒരൊറ്റ റൂമിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ഫോണും ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ഡു ദാറ്റ് ഇൻ 4 hours. ആൻഡ് ഐ ഡിഡ് ദാറ്റ്. എനിക്ക് ഒരു അസുഖം വന്ന ടൈമിൽ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തിരുന്നു, ലാപ്പ് ഇങ്ങോട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ നോർമലി വർക്കിംഗ് അവേഴ്സിലല്ലാതെ ഏർലി മോർണിംഗിൽ നീച്ചിട്ട് ഒരു 4 o'clock 5 o'clock ടൈമിൽ വർക്ക് ചെയ്തു. ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ദിവസത്തെ വർക്ക് അവിടുന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കംപ്ലീറ്റ് ആവുന്ന വർക്ക് ഇവിടുന്ന് കഴിഞ്ഞു. അപ്പോൾ ഏതൊരു നേരത്തും എല്ലാ മണിക്കൂറിനും ഒരേ പ്രാധാന്യം എന്ന് വിചാരിക്കേണ്ട. ഓൾ ദ ടൈംസ് ആർ നോട്ട് ഈക്വൽ. വർക്ക് നിങ്ങളുടെ ഫോക്കസ്ഡ് ടാസ്ക്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, ഡു ദാറ്റ് വെൻ ദ വർക്ക് ഡസൻ ഡിമാൻഡ് യുവർ എനർജി. ആ ടൈമുകളാണ് ഏർലി മോർണിംഗ്സ് ആൻഡ് ലേറ്റ് നൈറ്റ്. ഓക്കെ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.